കൊച്ചിന് മെനഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം ആണ് എന്ന് പറഞ്ഞു. അത്രമാത്രം പറഞ്ഞു. അപ്പോൾ എനിക്ക് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയുന്നില്ലായിരുന്നു. പക്ഷേ ഇവരുടെ എല്ലാം അലാം കണ്ടപ്പോൾ എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന് എനിക്ക് തോന്നി. എന്താണെങ്കിലും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്നെ വിളിച്ച് കൺസെൻറ്റ് സൈൻ ചെയ്യിക്കാണ്ട് വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു 98% കൊച്ചു മരിച്ചു, 2% മാത്രമേ കൊച്ചിന് ജീവനിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ. ആ ഒരു 2%-ത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു 78 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം, അതിന് മുമ്പായിട്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കേട്ട് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയത്തില്ലാതെ ഞാൻ നിന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓൾറെഡി എൻ്റെ വൈഫ് അവളപ്പുറത്ത് മാറിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യം ഓൾറെഡി അവൾക്ക് ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. 3-4 കോംപ്ലിക്കേഷൻസ് ഒരേ സമയത്ത് കൊച്ചിനായി. കൊച്ചിന് മെനഞ്ചൈറ്റിസ്, DIC, മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ, കൊച്ചിൻ്റെ ഓക്സിജൻ റേറ്റ് മാറി, റെസ്പിറേഷൻ മാറി, കൊച്ചിന് പ്ലേറ്റ്ലെറ്റ്സ് ഇല്ലാതായി, ബ്ലഡിൽ കൗണ്ട് കുറഞ്ഞു. ഇതെല്ലാം കൂടിയായി വളരെ സീരിയസ് സിറ്റുവേഷനിൽ ICU വെന്റിലേറ്ററിലേക്ക് മാറി. അപ്പം അവിടെയുള്ളൊരു നേഴ്സ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഇതിനു മുൻപ് ശരിക്കും പറഞ്ഞാൽ കൃപാസന പത്രം പലപ്പോഴും എനിക്ക് കിട്ടിയെങ്കിലും ഒരിക്കൽ പോലും തുറന്നു വായിച്ചിട്ടോ വിശ്വസിച്ചിട്ടോ ഇല്ലായിരുന്നു. അവർ നേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാത്യു, എനിക്ക് നിന്നെ അറിയാം, അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് പറയുകയാണ്. എൻ്റെ അടുത്ത് കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പുണ്ട്, ആ ഉപ്പ് ഞാൻ ഇച്ചിരി കലക്കി കൊച്ചിന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി കൊടുത്തു. കാരണം എനിക്ക് കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കൊച്ചിന് 2% മാത്രമേ സാധ്യതയുള്ളെന്ന് പറയുന്നു. ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് വരെ എടുത്തിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, മാതാവിൻ്റെ സാക്ഷ്യം പറയണം, കൃപാസനത്തിൽ നിന്നാണ് ഈ ഉപ്പ് കൊണ്ടുവന്നേക്കുന്നത്, അതുകൊണ്ട് നീ ഓൺലൈനിൽ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു.